റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് ഉദ്ധരിക്കുന്നു കാന റജുലുൻ മിമ്മൻ കാന ഖബ്ലകും ഖതല 99 റജുലാ ഔ നഫ്സ നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ 99 ആളുകളെ കൊന്നു. അങ്ങനെ 99 ആളുകളെ കൊന്നു. ചെറിയ വിഷയമല്ല, അക്രമമാണ്. ഒരു കാരണവുമില്ലാതെ മനുഷ്യരെ കൊന്നതാണ്. എവിടെയാണ് ഈ പാപം കൊണ്ടുവെക്കുക? എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷ നേടുക? ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആവലാതിയായി അന്വേഷിച്ചു. അൻ അഅലമി അഹ്ലിൽ അർദ്, ഭൂമിയിലെ ഏറ്റവും അറിവുള്ള ആളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അതാ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അയാൾ ഭയങ്കര റാഹിബാണ്, അയാൾ വലിയ പുരോഹിതനാണ്. അയാൾക്ക് പക്ഷേ ഇൽമുണ്ടായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല. അയാൾ നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അയാളുടെ അടുത്തേക്ക് പോയി, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് കേട്ട മാത്രയിൽ ഈ പുരോഹിതൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ തൗബ കിട്ടാനാണ്? എവിടുന്നാണ് നിനക്ക് തൗബ? 99 മനുഷ്യരെ അനാവശ്യമായി അർഹതയില്ലാതെ കൊന്ന നിനക്ക് എവിടെ നിന്ന് തൗബ കിട്ടാനാണ്? ഒരാളെ കൊന്നാലുള്ള അവസ്ഥ എന്താണ്? 99 മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഇത് കേട്ടവാദി നേരത്തെ രണ്ടാമത്തെ കൂട്ടരെ പറഞ്ഞതുപോലെ ഏതായാലും തൗബയില്ല, ഏതായാലും രക്ഷയില്ല. അപ്പോ പിന്നെ ഇതിൽ തന്നെ തുടരുക. ഈ പറഞ്ഞ ആളെയും കൊന്നു. 100 ആളുകളെ കൊന്ന ആളായി മാറിയാൾ വീണ്ടും മനസ്സ് പിടക്കുന്നു. പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, മനസ്സിൽ പ്രയാസം തോന്നുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങണം, എനിക്ക് രക്ഷപ്പെടണം. വീണ്ടും അന്വേഷിക്കുകയാണ്. ലോകത്തറിവുള്ള ആളാരാണ്? എന്റെ ഇവിടെ എനിക്ക് അന്വേഷിച്ച് പോകാൻ കഴിയുന്ന നാടുകളിൽ അറിവുള്ളതാരാണ്? അങ്ങനെ അതാ ഒരു ആലിമിനടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഞാൻ 100 പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? എനിക്ക് തൗബയുണ്ടോ ചോദിക്കുകയാണ്. ആ ആലിമു പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് നിനക്കും തൗബക്കും ഇടയിൽ മറയിടുന്നത് എന്താ? ആരാണുള്ളത്? തൗബക്കും നിനക്കും ഇടയിൽ ആരാണുള്ളത്? പക്ഷേ നീ ജീവിക്കുന്നത് മോശം ആളുകളുടെ നാട്ടിലാണ്, ജീവിക്കുന്നത് നല്ല സ്ഥലത്തല്ല. നീ ഈ സ്ഥലത്ത് തന്നെ ജീവിച്ചാൽ ഇവിടുത്തെ ആളുകൾ മുമ്പുണ്ടായിരുന്നത് പോലെ നിന്നെ വീണ്ടും തിന്മകളിലേക്ക് പറഞ്ഞേക്കും. അതിനാൽ നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സാലിഹീങ്ങളുടെ നാടാണ്, അവിടേക്ക് പോകണം. സത്യസന്ധമായ തൗബയാ. ആ മനുഷ്യൻ ഈ ആലിമു പറഞ്ഞത് അതുപോലെ കേൾക്കുകയാ. ഇങ്ങനെയാണ് എനിക്ക് തൗബ കിട്ടാൻ, അള്ളാഹു എനിക്ക് പുറത്തു തരാൻ എനിക്ക് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ഞാനിത് അവിടേക്ക് പോവുകയാ. ഞാൻ തൗബ ചെയ്താൽ എന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ, ഞാൻ ഇങ്ങനെയുള്ള തിന്മകളും അതുപോലെയുള്ള നാടുകളും ഒഴിവാക്കണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങി വഴിമധ്യേ ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. 100 പേരെ കൊന്ന മനുഷ്യൻ വഴിയിൽ മരണപ്പെട്ടു. മലായികത്തുകൾ വരികയാണ് മനുഷ്യനെ പിടിക്കാൻ വേണ്ടി. മലായികത്തുകൾ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വന്നത് ഒരു കൂട്ടം മലക്കുകളല്ല, 2 കൂട്ടം മലക്കുകളാണ്. അവർ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളുമാണ്. അവിടെ പ്രശ്നമാവുകയാണ്, തർക്കമാവുകയാണ്. 2 കൂട്ടരുണ്ട്. അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു, ഇയാൾ തൗബ ചെയ്തുകൊണ്ട് വന്നതാ, അള്ളാഹുവിലേക്ക് മടങ്ങിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് അദാബിന് വേണ്ടി വിട്ടുകൊടുക്കുക? ഇത് റഹ്മത്തിന്റെ ആളുകൾക്കുള്ളതാണ് എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു. അദാബിന്റെ മലക്കുകൾ തിരിച്ചും, ഇത്രയും കാലം 100ഓളം മനുഷ്യരെ കൊന്ന ഈ മനുഷ്യൻ തൗബ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പക്ഷെ തൗബ ചെയ്യാൻ വേണ്ടി ഷർത്താക്കപ്പെട്ട നാട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ അയാളെ പിന്നെ അദാബല്ലാതെ പിന്നെന്താണ് അയാൾക്ക് അർഹതയുള്ളത്? 2 പേരും തർക്കത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മലക്കിനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ പറഞ്ഞയച്ചു. എന്നിട്ട് ആ മലക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഖീസു, ഈ സ്ഥലം അളക്കുക എന്നവർ അവരോട് പറഞ്ഞു. ഈ സ്ഥലം അളക്കുക. അയാൾ അവിടേക്കാണോ ഇവിടേക്കാണോ കൂടുതൽ അളന്നു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറഞ്ഞു, ഈ ഭൂമിയോട്, നല്ലവരുടെ ഭൂമിയോട് പറഞ്ഞു ഇവനോട് അടുക്കാൻ, മോശം ആളുകളുടെ ഭൂമിയോട് പറഞ്ഞു ഇവനിൽ നിന്ന് അകലാൻ. അങ്ങനെ ഒരു ചാണ് അദ്ദേഹം എന്ത് ചെയ്തു? നല്ലവരുടെ നാടിനോട് അടുത്തു. അങ്ങനെ അദ്ദേഹത്തെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയ സംഭവം നമുക്കറിയാം, നമ്മൾ കേട്ടവരാ. നമ്മൾ പഠിക്കേണ്ട പാഠം, നമുക്ക് തൗബയെ തൊട്ട് നമ്മളെ തടയുന്ന ഒന്നുമില്ല. തിന്മകൾ ഇന്നലെ വരെ ചെയ്തവരായിരിക്കാം, തിന്മകൾ ചെയ്തവരായിരിക്കാം, പക്ഷേ ഇന്നലെയും ഇന്നും വരെ തൗബ തിന്മ ചെയ്ത ആളുകൾ ഇന്ന് സാലിഹീങ്ങളായി നടക്കുന്ന ആളുകളെക്കാൾ മുൻകടന്നേക്കാം. ഇന്ന് സാലിഹീങ്ങളാണ്, ഇന്ന് മിമ്പറുമ്മൽ നിൽക്കുന്ന ആളാണ്, അയാളെക്കാൾ ഇന്ന് തിന്മകളിൽ മുഴുകിയ ആളുകൾക്ക് നന്നാകാം, അയാളെക്കാൾ ഉന്നതിയിലെത്താം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور